ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ സ്കെയിൽസിൻ്റെ ഉപയോഗത്തെപ്പറ്റി നോക്കാം. പ്രീവിയസ് വീഡിയോസിൽ ഞാൻ മോഡൽ വേർഡ്സ്, കോൺട്രാസ്റ്റ്, സിഗ്നൽ വേർഡ്സ് ഇവ ഉപയോഗിച്ച് എങ്ങനെ ആൻസറിലോട്ട് പെട്ടെന്ന് എത്താം എന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. In the final paragraph, the writer suggests the best way to improve the empathy is to. അപ്പം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള വേർഡ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റർ സജസ്റ്റ് എന്ന വേർഡ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന്. ഇനി ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് ദ എമ്പതി ഇംപ്രൂവ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാരഗ്രാഫിലോട്ട് പോകാം. ദ ഡിസ്ട്രപ്റ്റീവ്നെസ് ഓഫ് ടെക്നോളജി മേ ഓൾസോ ബി എ ഫാക്ടർ അഫക്റ്റിംഗ് ദ എബിലിറ്റി ഓഫ് നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് ടു ബി എമ്പത്തറ്റിക് ആൻഡ് കമ്പാഷനേറ്റ്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിന് ആൻഡ് നഴ്സസിനും അവരുടെ അനുകമ്പയും സഹാനുഭൂതിയെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായേക്കാം ടെക്നോളജീസിലുണ്ടാകുന്ന ഡിസ്ട്രപ്റ്റീവ്നെസ് എന്നാണ് പറയുന്നത്. ടെക്നോളജി എൻകറേജസ് ദ മൾട്ടി ടാസ്കിങ്. ടെക്നോളജി നമ്മളെ മൾട്ടി ടാസ്കിങ്ങിന് എൻകറേജ് ചെയ്യിപ്പിക്കാം. വിച്ച് ഈസ് ഗുഡ് ഫോർ എഫിഷ്യൻസി. അതെന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസിക്ക് നല്ലതാണ്. ബട്ട് can distract the healthcare professionals from important interpersonal interaction with the patients. അപ്പം ആദ്യം പറഞ്ഞേക്കുന്നത് ടെക്നോളജിയുടെ ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് ആണ്. അതായത് മൾട്ടി ടാസ്കിങ് എൻകറേജ് ചെയ്യിപ്പിക്കുന്നു, എഫിഷ്യൻസിക്ക് നല്ലതാണ് എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് പറഞ്ഞു. പിന്നീട് നമുക്ക് അവിടെ ഒരു കോൺട്രാസ്റ്റ്, ബട്ട് എന്നൊരു കോൺട്രാസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറയുമ്പോൾ അടുത്തത് ടെക്നോളജീസിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് ആയിരിക്കും. അത് പറയുന്നത് നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ക്യാൻ ഡിസ്ട്രാക്ട് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഫ്രം ദ ഇമ്പോർട്ടൻറ്റ് ഇൻ്റർപേഴ്സണൽ ഇൻട്രാക്ഷൻസ് വിത്ത് പേഷ്യൻസ്. അതായത് ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനിടയിൽ അവരുടെ ഇൻ്റർപേഴ്സണൽ ഇൻട്രാക്ഷനെ ഇത് ഡിസ്ട്രാക്റ്റ് ചെയ്തേക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൊബൈൽ ഫോൺ തന്നെ നോക്കുക. ഒരു മൊബൈൽ ഫോണ് ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു കോൾ വരുന്നു. അത് അവർ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടുന്നു. അപ്പം ആ ഒരു കോളെന്ന് പറയുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ ഇൻട്രാക്ഷനെ ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. അതാണ് അപ്പം നമുക്കതൊരു നെഗറ്റീവ് ആസ്പെക്ട്സ് നോക്കാം. അതേസമയം ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടർ ഹോസ്പിറ്റലിലില്ല, വെളിയിൽ എവിടോട്ടെങ്കിലും പോയ സമയത്തൊരു പേഷ്യന് ഒരു എമർജൻസി ഉണ്ടായി. അപ്പോൾ അത് ഡോക്ടറിനെ അറിയിക്കണമെങ്കിലും നമ്മൾ ഈ സെയിം മൊബൈൽ ഫോൺ തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം ഇതാണ് പറയുന്നത് ടെക്നോളജീസിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Funding constraints in the university sector, decreasing the clinical placement opportunities, the increasing the complexity of patients and heighten the awareness of ensuring the patient safety and the associated legal responsibilities all contribute to increasing the use of controlled learning environment laboratory software. ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് കൺട്രോൾഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ലബോറട്ടറിക്ക് സംഭാവനകൾ നൽകുന്നു എന്നാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സിറ്റി സെക്ടറിലുള്ള ഫണ്ടിങ്ങും ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നത്, പേഷ്യൻറ്റിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നത്, ഇതെല്ലാം ഫണ്ടിങ്ങിൽ ലബോറട്ടറിയുടെ ഫണ്ടിങ്സിൽ അതിന് യൂസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. Learning laboratories using technology is being developed to maximize the experience that develop empathy. Good communications needs to be role model, taught and assessed in the university programs and throughout the clinical practice. Good communication എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുകയും അസസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിൻ്റെ ടൈമിലും
ത്രൂ ഔട്ട് ദ ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ ടൈമിൽ, അതായത് ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ ടൈമിൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിലുമൊക്കെ നമ്മൾ ഗുഡ് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകതയെപ്പറ്റി പഠിക്കുകയും അസസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വി നീഡ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. എന്തിനെ പറ്റിയുള്ള എമ്പതി ഡെവലപ്മെൻറ്റ് ഇൻ ദ ഹെൽത്ത് പ്രൊഫഷൻസിലുള്ള എമ്പതിയുടെ ഡെവലപ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണെന്നാണ് പറയുന്നത്. ആൻഡ് മോർ റിസർച്ച് ഓൺ ഹൗ ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. ഇത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ്റെ വി നീഡ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എമ്പതി ഡെവലപ്മെൻറ്റ് ഇൻ ദ ഹെൽത്ത് പ്രൊഫഷൻസ് ആൻഡ് മോർ റിസർച്ച് ഓൺ ഹൗ ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. ഇതിൽ എങ്ങനെ ഈ സിറ്റുവേഷൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള മോർ റിസർച്ചും ആവശ്യമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദോ വി ഓൾവേസ് നീഡ് ടു ലിസൺ ടു അവർ പേഷ്യൻസ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വി ഓൾവേസ്, നമുക്കെല്ലായ്പ്പോഴും ആവശ്യമാണ് എന്ത്, പേഷ്യൻറ്റിനെ ലിസൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് എന്നാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിരുന്നാലും ദോ, അവിടെ ഒരു കോൺട്രാസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ദോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വി ഓൾവേസ് നീഡ് ടു ലിസൺ ടു അവർ പേഷ്യൻ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസിനെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി നമ്മുടെ ആൻസർ ഓപ്ഷൻസിലോട്ട് നോക്കിയാൽ ആൻസർ ഓപ്ഷൻ എ പറയുന്നത് ഫണ്ട് റിസർച്ച് ഇൻ ടു ദ ഇഷ്യൂ. അവിടെ ഒരു റിസർച്ചിൻ്റെ ഫണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. യൂട്ടിലൈസ് എ ന്യൂ ലവ് ഫോക്കസ്ഡ് ഇനിഷ്യേറ്റീവ്സ് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മുടെ പാരഗ്രാഫിൽ എങ്ങും പറയുന്നില്ല. പേ ഗ്രേറ്റർ അറ്റൻഷൻ ടു ദ പേഷ്യൻറ്റ്. യെസ്, അത് പറയുന്നുണ്ട്, അതല്ലേ ലാസ്റ്റ് സെൻറ്റൻസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദോ വി ഓൾവേസ് നീഡ് ടു ലിസൺ ടു അവർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് പേഷ്യൻസിനാണ്. അണ്ടർടേക്ക് ആൻസർ ഓപ്ഷൻ ഡി പറയുന്നത് അണ്ടർടേക്ക് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് സ്റ്റഡി. എമ്പതി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് സ്റ്റഡി നടത്തണം എന്ന് പറയുന്നുണ്ടോ? നമ്മളൊക്കെ പറയുന്നത് സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചേഞ്ച് ഇൻ ടെക്നോളജീസിൻ്റെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ മോർ റിസർച്ച് വേണം എന്നാണ് പറയുന്നത്. അല്ലാതെ എമ്പതി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സ്റ്റഡീസ് കൂടുതൽ വേണം എന്നൊന്നും നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഡി ആൻസറും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ നമ്മുടെ ആൻസറിലോട്ട് എങ്ങനെ നമ്മൾ പോയി. അവിടെ ഒരു സ്കെയിൽ, മോസ്റ്റ് എന്നൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 3 നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതും ഇനി പഠിക്കാനിരിക്കുന്നതുമായിട്ടുള്ള ഒരു സിഗ്നൽ വേർഡ് ഇവിടെ ഉണ്ട്. അതായത് മോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിൽ അവിടെ വന്നിട്ട് ആ സെൻറ്റൻസിൽ വന്നിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത സ്കെയിൽ. ഇമ്പോർട്ടൻ്റ്ലി എന്ന് പറയുമ്പം അതൊരു ആഡ്വേർബാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ 7 ക്ലൂസിൽ വരുന്നതാണ്. ആഡ്വേർബ് നമ്മുടെ ആൻസറിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു സിഗ്നലാണെന്നുള്ളത്. അപ്പം അവിടെ ഒരു സ്കെയിലുണ്ട്, ആഡ്വേർബുണ്ട്. അടുത്തത് ദോ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കോൺട്രാസ്റ്റാണ്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ, സ്കെയില്, ആഡ്വേർബ്, കോൺട്രാസ്റ്റ്. പിന്നെയും പറയുന്നുണ്ട് വി ഓൾവേസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാണ്. അപ്പം ഇത്രയും ക്ലൂസ് ഉണ്ട് നമ്മുടെ ആൻസറിലോട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ സെൻറ്റൻസിനെ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ കഴിയും. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.